എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബൊറൂട്ടോ ടീം അവരെല്ലാവരും വീണ്ടും ആ പ്രിസണിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവരോട് പറയും, ഇനിയും നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും. അല്ലെങ്കിൽ ആളുടെ മിഷൻ ഈ കോമഡി ഗെയിമിലും എക്സ്പെരിമെന്റിലും പെട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. അതിന് ബാക്കിയുള്ള നോബികളും ഓക്കെ എന്ന് പറയും. ഓരോരുത്തരായിട്ട് ഇപ്പോൾ അവരുടെ ഐഡിയാസ് അത് കൺവേ ചെയ്യുകയാണ്. അതേസമയം ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോട്ടിൽ വെള്ളം അത് കുടിക്കും. ആ പെട്ടിക്കാരനാണെങ്കിൽ ആ പെൺകുട്ടിയോട് പറയും, ഇത് എൻ്റെ കയ്യിലെ ഒരു ലക്ഷറിയസ് വാച്ചാണ്, ഇത് ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാം, പകരം എനിക്ക് ആ വെള്ളം അത് തരാമോ? കുട്ടിയൊക്കെയാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. ഈ സമയത്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മത്സര ബുദ്ധിയും ആർത്തിയൊക്കെ ഉപേക്ഷിച്ചുകൂടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനാവൂ എന്ന് പറയും. അതിനാ ഷിനോബി പെണ്ണ് പറയും, ഇദ്ദേഹം എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സോ ഞാൻ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ മാത്രമേ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആ പെട്ടിക്കാരനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. നമ്മളിപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, അതല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. വില്ലൻ അപ്പാപ്പന് നമ്മുടെ ലൈഫ് വെറും ഒരു തമാശയാണ്, പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫ് തമാശയല്ല. നമുക്ക് എല്ലാവർക്കും ജീവനോട് കൂടെ പുറത്തു പോകണം. പ്രിസണർ ആണെങ്കിൽ അടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിങ്ങളോടൊപ്പം ചേരില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടുന്ന് പുറത്തു കടക്കണം. എന്റെ ബലമായ സംശയം ഇതിനെല്ലാം കാരണക്കാരൻ ഇവനാണെന്നാണെന്ന് പറഞ്ഞ് അവസാനമായിട്ട് ട്രെയിനിൽ കയറിയ ആ ഷിനോബിക്ക് നേരെ ഒരു പ്രത്യേകതരം പവർ അയക്കും. ഈ ഒരു പവർ നിന്റെ ഉള്ളിലെ കള്ളത്തരങ്ങൾ അത് പുറത്തു കൊണ്ടുവരുന്നു പറയും. അവന്റെ ഉള്ളിലേക്ക് ഇപ്പൊ ആ ഒരു സാധനം പതിയെ പതിയെ കയറി പോവാണ്. എന്തോ ഒരു പ്രത്യേകതരം പവർ അത് പുറത്തേക്ക് വന്ന് അവൻ അൺകോൺഷ്യസ് ആയിട്ട് താഴേക്ക് വീഴും. അടുത്ത നിമിഷം ആ അപ്പാപ്പൻ വീണ്ടും അവർക്ക് മുൻപിലേക്ക് വരും. നിങ്ങൾക്ക് ലെവൽ ഓഫ് ഗെയിം കളിക്കേണ്ട സമയം അതായി കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും നിങ്ങൾക്ക് മുൻപിൽ ഞാൻ സ്ക്രോൾ കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞ് 4 സ്ക്രോളുകൾ കൊണ്ടുവരും. അത് കേട്ട ആ പ്രിസണർ ആണെങ്കിൽ ഒരു സ്ക്രോൾ ചൂസ് ചെയ്യും. അവരത് ഓപ്പൺ ചെയ്ത് വായിക്കും. അതിൽ ലൈറ്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഞൊട്ടിയിടയിൽ അവിടെയുള്ളവരെല്ലാവരും ടെലിപ്പോർട്ടായി ഇരുട് പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ തൊട്ടടുത്തുള്ള എന്തോ ഒന്ന് ടച്ച് ചെയ്തെടുക്കും. അത് മറ്റൊന്നുമല്ല, ഒരു ക്യാൻഡിൽ. അവളത് എടുക്കേണ്ട താമസം അതിൽ തീ കത്തി അതിപ്പോ അവിടെ കുറേശ്ശെ പ്രകാശം പരക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് അവർക്ക് കിട്ടിയ ക്യാൻഡിൽസ് മുകളിലേക്ക് ഉയർത്തും. അതെല്ലാം തന്നെ ഇപ്പോ കത്തി അവിടെ കുറേശ്ശെ പ്രകാശം മൊത്തത്തിൽ വ്യാപിക്കുകയാണ്. ആ വില്ലൻ അപ്പാപ്പനാണെങ്കിൽ വീണ്ടും അവരുടെ മുൻപിലേക്ക് വരും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഓരോരോ ക്യാൻഡിലുകളുണ്ട്, ഒന്നിൽ കൂടുതലും ചിലരുടെ കയ്യിലുണ്ട്. ഈ ക്യാൻഡിലുള്ള തീ അത് അണഞ്ഞു പോവാതെ നിങ്ങൾ മുൻപോട്ടേക്ക് പോകണം. നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രതിബന്ധങ്ങൾ വന്നേക്കാം. ആരുടെയൊക്കെ ക്യാൻഡിൽ നിന്ന് തീ അണയുന്നോ അവർ തൽക്ഷണം മരിക്കുമെന്ന് പറയും. അത് കേൾക്കേണ്ട താമസം ഒരു അപ്പാപ്പൻ ആഞ്ഞു തുമ്മുവാണ്. ആ തുമ്മലില് ആളുടെ തീ അണയും. ദ സ്പോട്ട് ആള് കുഴഞ്ഞു വീണ് മരിക്കും. അപ്പാപ്പനാണെങ്കിൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇതാണ് പെർഫെക്റ്റ് എക്സാമ്പിൾ. സോ ഈ മിഷനും നിങ്ങൾ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പാപ്പൻ കടന്നു പോവാണ്. ഒരു പെൺകുട്ടിയുടെ കയ്യിലാണെങ്കിൽ ആ മെഴുകുതിരി അങ്ങനെ ഉരുകി ഒലിച്ച് അവള് വേദനയിൽ നിലവിളിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മീറ്റ്സുകയും സാറുടെയും അവർ രണ്ടുപേരും ഇപ്പൊ ബൊറൂട്ടോയെ കാണാത്തതിനാൽ അവനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അവർ TTRന്റെ കയ്യിൽ ഫോട്ടോ കൊടുത്ത് ഇവനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടെ ഉണ്ടായിരുന്ന TTRs ആണെങ്കിൽ ഇപ്പൊ അവന്റെ ഫോട്ടോ അത് ചെക്ക് ചെയ്യും. ആക്ച്വലി 5 ദിവസങ്ങൾക്ക് മുൻപ് ഇവൻ ഇവിടെ നിന്ന് ഒരു തണ്ടർ ട്രെയിനിലാണ് യാത്ര പുറപ്പെട്ടതെന്ന് ഇപ്പൊ സാറുടെ പറയാണ്. അതിന് അവര് പറയും, 5 ദിവസങ്ങൾക്ക് മുൻപ് ഒരു TTR ആണ് ട്രെയിൻ എല്ലാം ഹാൻഡിൽ ചെയ്തത്. പക്ഷെ എന്താണെന്നറിയില്ല, അദ്ദേഹം ജോബ് റിസൈൻ ചെയ്ത് ഇവിടുന്ന് കടന്നുപോയി. യാതൊരു റീസണും അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല എന്ന് പറയും. അത് കേട്ട് സാറുടെയും മീറ്റ്സുകയും അവർ രണ്ടുപേരും സാഡായിട്ട് ഒരു ഭാഗത്തേക്ക് വരികയാണ്. ബൊറൂട്ടോ, അവൻ എന്ത് സംഭവിച്ചു? എന്റെ പപ്പയിൽ നിന്ന് അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത് ആ ഒരു ഗ്രാമത്തിൽ വെച്ച് പപ്പ ബൊറൂട്ടോയെ ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാണ്. ഒരുപക്ഷെ ട്രെയിനിൽ വെച്ച് തന്നെ ആയിരിക്കും എന്തെങ്കിലും സംഭവിച്ചു കാണാന്നൊക്കെ പറഞ്ഞ് അവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴായിരിക്കും ദൂരത്തായി ആ മിസ്സായ TTR ആളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കി മറഞ്ഞു നിൽക്കുകയാണ്. ഉടനെ സാറുടെക്കാണെങ്കിൽ മരത്തിന്റെ പിന്നിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. മെയ്റ്റ്സുകയും സാറുടെയും ഞൊട്ടിയിടയിൽ അവിടേക്ക് ഓടിയെത്തും. പക്ഷെ അവിടെയാണെങ്കിൽ ആരെയും കാണാനില്ല. ഒരു ഗോൾഡ് കോയിൻ മാത്രം അവർക്ക് അവിടെ വെച്ച് കിട്ടും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ആ ഒരു TTR ആളാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഗോൾഡ് കോയിൻ ഒക്കെ നിലത്തിട്ട് മുൻപോട്ടേക്ക് ഓടുകയാണ്. ഓ നോ, കാണിച്ച മണ്ടത്തരം കാരണം എന്റെ ഗോൾഡ് കോയിൻസ് എല്ലാം എനിക്ക് നഷ്ടമായെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ ടീം അവര് ആ ക്യാൻഡിൽസ് എല്ലാം തന്നെ അണഞ്ഞു പോവാതെ മുൻപോട്ടേക്ക് നടന്നു വരികയാണ്. അടുത്ത നിമിഷം അവർക്കൊരു ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരു വലിയ ഗ്രിൽസ് അത് മുൻപിലേക്ക് വന്ന് ആ ഒരു വേ അടയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അത് പൊക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവന് മനസ്സിലാവും 2 കൈ ഉപയോഗിച്ച് എല്ലാവരും കമ്പൈനായിട്ട് അത്
ഉയർത്താൻ ശ്രമിച്ചാൽ മാത്രമേ അവർക്കത് ഉയർത്താൻ പറ്റൂ. പക്ഷെ ക്യാൻഡിൽസ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞ് അവരിപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവിടെ ആ പെൺകുട്ടിയാണെങ്കിൽ ആ ക്യാഷുകാരനോട് പറയും, നിങ്ങളുടെ പെട്ടി അതെന്റെ കയ്യിൽ തരുവാണെങ്കിൽ ഞാൻ സേഫ് ആയിട്ട് സൂക്ഷിക്കാം. അതിനാള് പറയും, വേണ്ട വേണ്ട, പെട്ടി അതെന്റെ കയ്യിലിരിക്കുന്നത് തന്നെയാണ് സേഫ്. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ രണ്ടാം മോൻ ചിന്തിക്കാതെ അവന്റെ കയ്യിലുള്ള ക്യാൻഡില് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അവളെ 2 ക്യാൻഡിലും സേഫ് ആയിട്ട് പോവാതെ ഭദ്രമായിട്ട് പിടിക്കും. ബൊറൂട്ടോ ആ ഒരു സെല്ല് അത് അവന്റെ 2 കൈ ഉപയോഗിച്ച് ഉയർത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് രണ്ടുപേരും അവരുടെ ക്യാൻഡിൽസ് മറ്റാൾക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് ബൊറൂട്ടോയുടെ കൂടെ കൂടി ആ ഒരു സെല്ല് കഷ്ടപ്പെട്ട് മുകളിലേക്ക് ഉയർത്തുകയാണ്. ശേഷം എല്ലാവരും ഞൊട്ടിയടയിൽ ആ ഒരു ഗ്രിൽസ് പാസ് ചെയ്ത് അപ്പുറം സൈഡിലേക്ക് വരും. ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് നടന്ന് കഴിയുമ്പോൾ അവരാണെങ്കിൽ ഒരു ഡെസേർട്ടിലേക്ക് എത്തിപ്പെടുകയാണ്. അവിടെയാണെങ്കിൽ നല്ല രീതിയിൽ പൊടിക്കാറ്റ് വീശി അടിക്കാനായിട്ട് തുടങ്ങും. മാത്രമല്ല 2 ബ്ലോവേഴ്സ് ഓണായി ഇപ്പൊ ചുഴലിക്കാറ്റ് പോലെ അവരുടെ നേർക്ക് വരികയാണ്. ഉച്ചത്തിൽ വിളിച്ചു പറയും, എത്രയും വേഗം എല്ലാവരും ചേർന്ന് ക്യാൻഡിൽസ് അണഞ്ഞു പോവാതെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കണം. നല്ല കാറ്റ് വീശി അടിക്കുന്നുണ്ട്. ക്യാൻഡിൽസ് അണയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്റ്റോൺ ഷിനോബിയോട് ഒരു വലിയ വാൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറയും. അവനെ കൊണ്ട് പറ്റും പോലെ അവനൊരു വാൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ ബൊറൂട്ടോ പതിയൊന്ന് ടച്ച് ചെയ്ത് നോക്കും. അതിൽ ടച്ച് ചെയ്യേണ്ട താമസം അതിന്റെ ഒരു ഭാഗം തകരുകയാണ്. അതിനവൻ തല താഴ്ത്തി ബൊറൂട്ടോട് പറയും, എനിക്ക് പവർ വളരെ കുറവാണ്. മാത്രമല്ല എൻ്റെ ബോഡിക്ക് ഇപ്പോൾ മതിയായ സ്ട്രെങ്ത് ഇല്ല. ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബൊറൂട്ടോ ആണെങ്കിൽ ഒരു വിധത്തിൽ കാറ്റൊക്കെ ശാന്തമായതിനു ശേഷം തിരികെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വരും. ബൊറൂട്ടോയുടെ അവസ്ഥ കണ്ട് ഇപ്പം ആ ഒരു പെൺകുട്ടി അവളുടെ കയ്യിലുള്ള വെള്ളം ബൊറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. അതിന് ബൊറൂട്ടോ പറയും, ഇങ്ങനെ വേണം നമ്മളെപ്പോഴും പരസ്പരം സഹായിച്ചും സപ്പോർട്ട് ചെയ്തും വേണം നമ്മൾ മുൻപോട്ടേക്ക് പോകാനെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ആ ഒരു ഷിനോബിയും അവൻ തൂക്കിക്കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയും അവളാണെങ്കിൽ അവന്റെ ചുമലിൽ ചവിട്ടി ആ വലിയൊരു ചുമരിന് മുകളിലൂടെ ഉയരത്തിൽ കയറി നിൽക്കുകയാണ്. അവൻ അവളോട് അവനെ പിടിച്ചു കയറ്റാനായിട്ട് പറയും. അതിനവള് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഓൾറെഡി ഞാൻ നല്ല രീതിയിൽ ടയേർഡാണ്, തൽക്കാലം ഞാൻ മാത്രം രക്ഷപ്പെട്ടു പോവാണെന്ന് പറഞ്ഞ് അവൾ ആ ചുമര് തുള്ളിച്ചാടി മുൻപോട്ടേക്ക് ഓടിപ്പോവും. ഇവിടെ ബൊറൂട്ടോ അവന് കൊടുത്ത ആ വെള്ളം അതൊരല്പം കുടിച്ച് ബാക്കി അവൾക്ക് തന്നെ കുടിക്കാനായിട്ട് കൊടുക്കും. പക്ഷെ അടുത്ത നിമിഷം അവൾ അങ്ങനെ വീണ് മരിക്കുകയാണ്. എല്ലാവരും അവളുടെ ക്യാൻഡിലേക്ക് നോക്കും. അത് വളരെ വേഗം ഉരുകി തീർന്നു. അതിന് ചുറ്റുമുള്ളവരും പറയും ഇവിടുത്തെ കാലാവസ്ഥ അത് വളരെ ചൂട് കൂടിയതാണ്. സോ മെഴുകുതിരി അത് വളരെ വേഗം മെൽറ്റാവും. നമ്മളിവിടെ തുടർന്നാൽ നമ്മുടെ ക്യാൻഡിലും ഇതുപോലെ മെൽറ്റായി നമുക്കും ജീവൻ നഷ്ടാവും. സോ എത്രയും വേഗം ഈ ഭാഗം കടന്നു പോകണമെന്ന് പറഞ്ഞ് അവരവിടുന്ന് കടക്കാൻ ശ്രമിക്കും. അവരാണെങ്കിൽ വളരെ വേഗത്തിൽ ആ ക്യാൻഡിൽ അണഞ്ഞു പോവാതെ മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോഴായിരിക്കും ആ പയ്യനെ ആ സ്റ്റോൺ ഷിനോബിയെ കാണുക. ബൊറൂട്ടോ ടീം അവനെ പിടിച്ചു കയറ്റും. ആ ഗ്യാപ്പിൽ ആ പ്രിസണർ ആണെങ്കിൽ കുറച്ച് പേരുമായിട്ട് മുൻപിൽ അങ്ങനെ കടന്നു പോവാണ്. അവരിപ്പോ 2 ടീമായി പിരിഞ്ഞിരിക്കുന്നു. പക്ഷെ ബൊറൂട്ടോ ടീമും വളരെ വേഗത്തിൽ അവനുമായിട്ട് ആ എൻഡിങ് പോയിന്റിലെത്തും. അപ്പാപ്പനാണെങ്കിൽ അവരുടെ മുൻപിലേക്ക് വന്ന് പറയും ഈ ലെവല് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിപ്പോൾ 2 ടീമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുൻപിൽ ഒരു ഓഫർ വെക്കുകയാണ്. ആ കാണുന്ന 2 ലിഫ്റ്റുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് 2 ടീമിനും ചൂസ് ചെയ്യാം. അതിനുശേഷം ആ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോവാം. അതിലൊരു ലിഫ്റ്റ് വളരെ വേഗത്തിൽ മൂവ് ആവും. അവർക്ക് ഈ ഒരു ലെവലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയും. അത് കേട്ട് ആ പ്രിസൺ ടീം ആണെങ്കിൽ ആദ്യം ഒരു ലിഫ്റ്റിൽ പോയി കയറും. അതിനുശേഷം ബൊറൂട്ടോ ടീമും പതിയെ ഒരു ലിഫ്റ്റിൽ വന്ന് കയറുകയാണ്. ലിഫ്റ്റ് ആണെങ്കിൽ മൂവ് ആവാൻ തുടങ്ങും. പക്ഷെ ബൊറൂട്ടോയുടെ ലിഫ്റ്റ് മാത്രം മൂവ് ആവാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. ഉടനെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ എലിവേറ്റർ വളരെ പതിയാണ് പോകുന്നത്. സോ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ആയിട്ട് ക്യാൻഡിൽസ് അങ്ങനെ പതിയെ ഒരുകിത്തീരും. അങ്ങനെ നമ്മളെ ഈസി ആയിട്ട് അവർക്ക് തോൽപ്പിക്കാൻ പറ്റും. സോ എന്തെങ്കിലും എത്രയും വേഗം ചെയ്യണമെന്ന് പറയും. അതേസമയം ആ പ്രിസണർ ആൻഡ് ടീം അവരുടെ എലിവേറ്റർ വളരെ സ്ലോ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അവനാണെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ക്യാൻഡിൽ അത് പിടിച്ചു വാങ്ങും. അതിനുശേഷം ഓരോരുത്തരുടെ ആയിട്ട് വാങ്ങിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം അപ്പാപ്പൻ പറഞ്ഞ കാര്യം അവൻ നന്നായിട്ടൊന്ന് ചിന്തിക്കും. ബൊറൂട്ടോ അവന്റെ ടീമിലുള്ളവരോട് പറയും, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ക്യാൻഡിൽ അതങ്ങനെ ചേർത്ത് വെച്ച് വലിയൊരു ക്യാൻഡിലാക്കി മാറ്റാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആർക്കും തന്നെ ജീവൻ നഷ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ആ പ്രിസൺ മാന്റെ എലിവേറ്റർ അതിപ്പോ മുകളിലേക്ക് വരും. അവിടെ ആ ഒരു വില്ലൻ അപ്പാപ്പൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുറത്തേക്ക് വരുന്നത് 3 പേര് മാത്രമാണ്. ആ പ്രിസൺ മാൻ, റിച്ച് മാൻ, അവന്റെ
അവൻ ക്യാഷ് കൊടുത്ത് സെറ്റാക്കിയ ആ ഒരു ലേഡി, ആ റിച്ച് മാൻ ആണെങ്കിൽ അവനോട് താങ്ക്സ് പറയും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ രണ്ടാമത്തെ എലവേറ്ററിന്റെ വരവിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ബൊറൂട്ടോയുടെ എലവേറ്റർ അത് ഞൊടിയിടയിൽ അവിടേക്ക് എത്തി ഡോർ ഓപ്പൺ ആവുകയാണ്. അപ്പോഴായിരിക്കും അവരെല്ലാവരും ഞെട്ടുക. നമ്മുടെ ആൾക്കാർ അവരുടെ എല്ലാവരുടെയും ക്യാൻഡിൽ അങ്ങനെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും ലൈഫ് സേവ് ചെയ്തു. കട്ട് ചെയ്ത ഇവിടെ മീറ്റ്സുകയും സാറുടെയും അവരൊരു വിധത്തില് ആ ഒരു TTRനെ കണ്ടെത്തി കഴിഞ്ഞു. അവരാണെങ്കിൽ വിടാതെ ആ TTRന്റെ പിന്നാലെ ഓടി അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അല്പദൂരം മുൻപോട്ടേക്ക് ഓടി വരുമ്പോഴായിരിക്കും ഇവിടെ ട്രാക്കിൽ ഒരു മാനുവൽ ഗിയർ കാണുക. അതാരോ ഒരു പ്രത്യേക സൈഡിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടും. സാറുടെ ആണെങ്കിൽ ആ TTRനെ പിടിച്ചു നിർത്തി എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. അതിനവൻ പറയും, ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത്, അതൊരു മിഷനാണ്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു ടണലിന്റെ അടുത്തേക്ക് പോകും. അടുത്ത നിമിഷം ആ ടണൽ അങ്ങനെ പൊട്ടിത്തെറിച്ച് കല്ലും മണ്ണും ഒക്കെ വീണ് ആ ടണൽ അങ്ങനെ ക്ലോസ് ആവും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.